പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവർ, നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന പരിമിതമായ ഒരു സമയം അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലെ വസ്തുവക സമ്പാദിക്കാനോ ആളുകളുമായിട്ട് മത്സരിക്കാനോ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ തേടി പോകാനോ ഇതൊന്നിനുമല്ല, ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ വേണ്ടി നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതാണ് ഈ അല്പകാലത്തെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണേ. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും സ്നേഹത്തിലും സമാധാനത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഒന്നിനെക്കുറിച്ചും നമ്മൾ ആവലാതിയോ പരാതിയോ നിരാശയോ ഒന്നും കൂടാതെ നമ്മെ സകല പാപത്തിനും വിടുവിച്ച് നമ്മെ ദൈവരാജ്യത്തിലാക്കി തീർക്കുവാൻ ലോകത്തിൽ വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിച്ച് നമുക്ക് മുന്നേറുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാമെന്ന് വെച്ച് ഏറ്റവും ഭാഗ്യകരമായൊരു ജീവിതമാണ്. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ ക്രിസ്തുവേശുവിനോട് സദൃശമായ, അതല്ല ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. ക്രിസ്ത്യാനി എന്ന് പേരുള്ളവർ ഒരുപാട് പേരുണ്ടെങ്കിലും ആ പേരുണ്ടാകാനായിട്ട് ആർക്കും വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അത് വളരെ അപൂർവം പേർക്കേ അത് സാധിക്കുന്നുള്ളൂ, ആ ക്രിസ്ത്യ ജീവിതത്തിൽ ജയിക്കാനായിട്ട്. നമുക്ക് ഈ ലോകത്തിൽ 3 പ്രധാന ശത്രുക്കളുണ്ട്. ആ 3 ശത്രുക്കൾ എന്ന് പറയുന്നത് ശരീരം, ലോകം, പിശാച്. നമ്മൾ ഈ 3നെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം 100% പരാജയപ്പെട്ടു. ഇനി ഈ 3ൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ വഴങ്ങിക്കൊടുത്താൽ നമ്മുടെ ജീവിതം 100% പരാജയപ്പെടും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒഴുക്കിനെതിരെ ഉള്ള ജീവിതമാണ്. ഈ ലോകത്തിലുള്ള ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമല്ല, ദൈവത്തെ മാത്രം സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിത് മതമോ ജാതിയോ ഒന്നും ആയിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല ക്രിസ്തീയ ജീവിതം. പേരെടുക്കാനോ ധനസമ്പാദനത്തിനോ ജീവിതസുഖം വർദ്ധിപ്പിക്കാനോ ഒന്നും ഉള്ളതല്ല ക്രിസ്തീയ ജീവിതം എന്നത് നമ്മൾ തിരിച്ചറിയണേ. ദൈവത്തിൻ്റെ ആദ്യജാതനായ യേശുക്രിസ്തുവിനെ, അഥവാ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടു കൂടെ ജീവിച്ച് യേശുവിനെ അനുഗമിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിന് വെളിച്ചം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്, ഇരുട്ടിൻ്റെ സന്തതികളല്ല. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ നടപ്പ് കണ്ട് ഈ ലോകത്തിലുള്ളവർ നമ്മളെ ഏത് വിധത്തിലെങ്കിലും ദുഷിച്ചാലും നിന്ദിച്ചാലും പിന്നീട് അവരെ ലജ്ജിക്കാൻ തക്ക വിധം നമ്മൾ അവരുടെ ഇടയിൽ ജ്യോതിഷികളെപ്പോലെ പ്രകാശിക്കണമെന്ന് പൗലോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ഫിലിപ്പിയരൊക്കെ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വിധത്തിലും സൗമ്യതയും താഴ്മയും വിനയവും സ്നേഹവും സത്യവും നീതിയും എല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തികളായിരിക്കണം.
ഒരു വിധത്തിലുള്ള തിന്മയും നമ്മളുണ്ടാകരുത്. കോപമോ ശാഠ്യമോ നീരസമോ പകയോ പിണക്കോ ഒന്നും ഉണ്ടാകരുത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം സമ്പൂർണമായി നമ്മൾ വെളിപ്പെടുത്തുവാൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയരെ, ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം നടത്തുമ്പോൾ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്, തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോക ജീവിതം നടത്തുന്ന ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തീയ ജീവിതം അത് നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തണം. നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല നടത്തേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരണം. അവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് ജീവിക്കേണ്ടതിന് സഭയായി കൂടി വരാൻ ഉത്സാഹിക്കുന്നത് വളരെ നല്ലതാണ്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം പറയുന്നത്, നിങ്ങൾ സഭായോഗം മുടക്കരുത്. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾ മുടക്കരുത്. കാര്യം തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, സ്നേഹത്തിലും സാഹോദര്യത്തിലും നന്മ ചെയ്യുന്നതിലും ഉത്സാഹമുള്ളവരായി അതിൽ അങ്ങനെ വർദ്ധിച്ചു വരാൻ നമ്മൾ സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ഓർക്കുക, നമ്മുടെ വലിപ്പം കാണിക്കാനോ നമ്മൾ പേരെടുക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാണെന്ന് കാണിക്കാനോ വേണ്ടി ഒന്നും ചെയ്യരുത്. എല്ലാവിധത്തിലും താഴ്മ ധരിച്ച് വിനയമുള്ളവരായി എളിമയുള്ളവരായി നമ്മൾ ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിക്കും കർത്താവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു എങ്കിൽ നാവ് കൊണ്ട് ദോഷം ചെയ്യാതെയും നിങ്ങളുടെ ആദരം കൊണ്ട് വ്യാജം പറയാതെയും കഴിയും. നിങ്ങൾ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക. ദൈവത്തിൻ്റെ കണ്ണ് തൻ്റെ നീതിമാന്മാരുടെ മേലും തൻ്റെ ഭക്തന്മാരുടെ മേലും, യഹോവയുടെ ദൈവത്തിൻ്റെ ചെവി തൻ്റെ ഭക്തന്മാർക്കും തുറന്നിരിക്കുന്നു. ഓർക്കുക, നമ്മൾ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ നാവ് കൊണ്ട് ദോഷം ചെയ്യാതെ, യാതൊരു വ്യാജവാക്കും പറയാതെ, ആർക്കും എതിരെ ദോഷത്തിന് ദോഷം ഒന്നും ചെയ്യാതെ സമാധാനം അന്വേഷിക്കുന്നവരാകണം. ഇതിന് തൊട്ട് മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നാം വിളിക്കപ്പെട്ടവരായതുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരും ആകുവിൻ. ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം വെറുതെ നഷ്ടമായിത്തീരും. നമ്മൾ ഒരു കാരണവശാലും ഒരു ദോഷവും ചെയ്യാത്ത ആളുകളെ കുറ്റം പറയരുത്. ആരെക്കുറിച്ചും കുറ്റം പറയാതെ ജീവിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഒരു കുറ്റവും പറയണ്ട. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തിയെ അറിയാമെങ്കിൽ നേരിട്ട് കുറ്റം പറയുക, അല്ലാതെ ഏഷണി, ദൂഷണം, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് നമുക്ക് ദൈവമക്കൾക്ക് യോജിച്ചതല്ല. ഒരു ഏതാനും വാക്യം മാത്രം നമുക്കിങ്ങനെ വായിക്കാം. പത്രോസിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നത് ഇതാണ്: നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് വന്നു ഭവിച്ചു
എന്ന് പറയത്തക്ക വിധം ഒരു അഗ്നിശോധന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അപൂർവമായി ഒരു സംഭവം നടന്നു എന്ന് കണ്ട് അതിശയിച്ചു പോകരുത്. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ക്രിസ്തുയേശുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നമ്മൾ കൂടുതൽ സന്തോഷിക്കുവിൻ. മഹത്വത്തിൻ്റെ ആ പ്രത്യക്ഷതയിൽ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുയേശുവിൻ്റെ നാമം നിമിത്തം നമ്മൾ കഷ്ടം സഹിക്കുന്നു എങ്കിൽ ഭാഗ്യവാന്മാരാണ്. മഹത്വത്തിൻ്റെ ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മൾ വസിക്കുന്നുവല്ലോ. ആരും ദോഷം ചെയ്യരുത്. ദോഷം ചെയ്തിട്ട് ദുഷ്പ്രവൃത്തിക്കാരനായിട്ടോ കൊലപാതകനായിട്ടോ കള്ളനായിട്ടോ ഒന്നുമല്ല, ഒരു ദോഷവും ചെയ്തിട്ടല്ല നമ്മൾ കഷ്ടം സഹിക്കേണ്ടത്. അങ്ങനെ കഷ്ടം സഹിച്ചാൽ നമുക്കൊരു പ്രയോജനമില്ല. നന്മ ചെയ്തിട്ട് നമ്മൾ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. പ്രിയരെ, ഓർക്കുക, എല്ലാത്തിനും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടവരാണ് എന്ന് ഓർത്ത് വിശുദ്ധമായി ജീവിക്കാൻ ഉത്സാഹിക്കാം. ദൈവവചനപ്രകാരം ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. എല്ലാവരും അംഗീകരിച്ചും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടവരെ അനുസരിച്ചും ദൈവവചനപ്രകാരം തെറ്റുകൂടാതെ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തി ജീവിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.